പ്രിയപ്പെട്ടവരെ നമസ്കാരം. 30 ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിലത്തെ 11ാമത്തെ ദിവസമായിരിക്കുന്നു ഇന്ന്. ഇന്ന് നമ്മൾ താങ്ക്ഫുള്ളി ഓർക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഹാപ്പിനെസ് ലൈസ് ഇൻ ലിറ്റിൽ തിങ്സ്. ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ചസ് എവറിഥിങ്. സ്മോൾ മൊമെന്റ്സ്, ബിഗ് ഹാപ്പിനെസ്. സോ എന്താണ് നിങ്ങളെ ഇന്ന് ഏറ്റവും സന്തോഷമുള്ളതാക്കിയത്? ഒന്ന് ഓർത്തു നോക്കി. ഒറ്റ മിനിറ്റ് കണ്ണടച്ച് സന്തോഷത്തോടു കൂടി ഓർത്താൽ മതി. എന്താണ് ഏറ്റവും സന്തോഷകരമായൊരു നിമിഷം നിങ്ങൾക്ക് ഇന്ന് പ്രൊവൈഡ് ചെയ്തത്? ഒരു കപ്പ് ചായ ആകാം, അതുമല്ലെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും ഫ്ലവർ ബൊക്കെ തന്നോ? അതൊരു ഹാപ്പി മൊമെൻ്റ് അല്ലേ? തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പൂ കണ്ടോ? ഏതെങ്കിലും ഒരു പൂവിനെ കണ്ടോ? ആ പൂവിനെ നോട്ടീസ് ചെയ്തോ? ആ പൂ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? കവി ഭാവനയുള്ളവർക്ക് ഇതൊക്കെ കാണാൻ പറ്റൂ എന്നൊന്നുമില്ല. നമുക്കെല്ലാവർക്കും കാണാം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ എങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മഴവില്ല് കാണാറുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. ചിലർ മഴ പെയ്യുമ്പോഴേക്കും മഴ പെയ്യുന്നല്ലോ, ഇപ്പം എന്തുണ്ടാവും, ഇതൊക്കെയാണ് ടെൻഷൻ. അവിടെ ചോരുമോ ഇവിടെ ചോരുമോ ഇങ്ങനെയൊക്കെ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മഴ പെയ്യുമ്പോഴേ ഓടിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന വെറ്റിറ്റ് വെള്ളം പിടിച്ചു വെക്കാനായിട്ട് ചെറിയ പാത്രങ്ങൾ ഉണ്ടാവും വീട്ടിൽ. ആ പാത്രങ്ങളുടെ ഉള്ളിലേക്ക് ടിക് 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 എന്ന് വെള്ളം വീണ ആ ഒരു ശബ്ദമല്ലേ, ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഐ ഡോണ്ട് നോ വൈ. പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ ഈ ഓടിട്ട വീടുകളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയിലൊരു ചില്ലുണ്ടാവും. ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ സൂര്യപ്രകാശം വരും. അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ വരുന്ന ബീം ഓഫ് ലൈറ്റ് ഉണ്ട്. ഡിഡ് യു നോട്ടീസ് ദാറ്റ്? അതിൻ്റെ ഉള്ളിൽ ധാരാളം ചെറിയ 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 കണങ്ങളുണ്ട്. പണ്ടൊക്കെ ഞാൻ അതിൽ നിന്ന് എന്തൊക്കെയോ ഫിസിക്സ് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂട്ടി വയ്ക്കുമ്പോഴാണ് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്നവരാണോ? ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കും. എന്നെ കുറേ പേര് കളിയാക്കാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഐ ആം ലൈക്ക് ദാറ്റ്. എൻ്റെ പോലെ ഒരുപാട് പേരുണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ട് ഞാൻ മാവിനെറിഞ്ഞ കല്ല്, അതുപോലെ ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചിട്ടുള്ള പല കുട്ടി കുട്ടി കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സമ്മാനം അതെന്താണെന്നറിയോ? ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സന്മാർഗത്തിന് ഫസ്റ്റ് കിട്ടി, മോറൽ സയൻസിന്. അതിനെനിക്ക് കിട്ടിയത് ഒരു സോപ്പ് പെട്ടിയും പൂമ്പാറ്റയുടെ ഒരു ചിത്രമാണ്. അതിപ്പോഴും എൻ്റെ ഒരു ട്രഷറായിട്ട് ഞാൻ സൂക്ഷിച്ചേക്കാം. എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയെന്ന് ഒരു 5 രൂപ നോട്ട്, അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നെപ്പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരില്ലേ. ഇതാ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കോട്ടാണ് ഇന്ന്. സ്മോൾ ജോയ്സ് വെൻ അപ്രീഷിയേറ്റഡ് ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ലൈഫ്. തിങ്ക് അബൌട്ട് എ സ്മോൾ ജോയ്. ഇന്ന് എന്നോട് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേരെ നമുക്ക് മെസ്സേജ് അയച്ചത്, എത്ര പേരെ നമ്മൾ ഓർത്തത്, എത്ര പേരെ നമ്മൾ വിളിച്ചത് അല്ലേ? ദീസ് ആർ സ്മോൾ ജോയ്സ്, ബട്ട് ദാറ്റ് മേക്സ് അവർ ഹാർട്ട് ഫിൽ വിത്ത് happiness, right? So thanks everyone. Okay, so today I'm grateful for the small joys in life. Happiness is not always winning great things. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾക്കായി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സന്തോഷം എല്ലായ്പ്പോഴും വലിയ നേട്ടങ്ങളിലോ അസാധാരണമായ നിമിഷങ്ങളിലോ മാത്രമല്ല, പലപ്പോഴും അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. രാവിലെ ഒരു ചൂട് ചായ കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഇട്ട് കുടിക്കുമ്പോൾ ആ ഒരു ചായയുടെ ഒരു രുചിയില്ലേ? ഒന്ന് ആലോചിക്കുക. വാട്ട് ആർ ദ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ടുഡേ? വാട്ട് മേക്സ്, വാട്ട് ആർ ദ സ്മോൾ ജോയ്സ്, അല്ലെങ്കിൽ വാട്ട് സ്മോൾ ജോയ് മേഡ് മീ സ്മൈൽ ടുഡേ? ഇന്ന് നിങ്ങൾ ചിരിക്കാൻ കാരണം ചെറിയ സന്തോഷം എന്താണ്? ഒന്ന് ഓർത്ത് നോക്കൂ. വാട്ട് സിമ്പിൾ തിങ്സ് ബ്രിങ് മീ ദ മോസ്റ്റ് ഹാപ്പിനെസ്? ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെങ്ങനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും? ഹൗ ക്യാൻ ഐ ബി മോർ പ്രസൻറ്റ് ആൻഡ് അപ്രീഷിയേറ്റ് എവറി ഡേ മൊമെൻറ്റ്സ്? ആ മൊമെൻറ്റിൽ, ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളാവില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ സന്തോഷിപ്പിക്കാറുള്ളത് അല്ലേ? ചെറിയ സന്തോഷങ്ങൾ, സ്നേഹപൂർവമായൊരു പുഞ്ചിരി, മനോഹരമായൊരു സൂര്യോദയം, ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളുടെ സമാധാനം. ചെറിയ സന്തോഷങ്ങൾ ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവ തിരക്കേറിയ ദിവസങ്ങളിൽ ആശ്വാസവും പ്രയാസകരമായ സമയങ്ങളിൽ പ്രത്യാശയും നൽകുന്നു. നമുക്കൊരു ഹോപ്പ് അല്ലേ, ഹോപ്പ് ടു ലിവ്.
അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ കിട്ടിയില്ല എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കും. പക്ഷെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. കറക്റ്റ്? സോ നമ്മൾ അത്തരം ചെറിയ നിമിഷങ്ങളെ സന്തോഷത്തോടു കൂടി ഓർക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുഖത്തൊരു പുഞ്ചിരി, ചിലപ്പോൾ ഒരു പൂവിൻ്റെ ഭംഗി, പക്ഷികളുടെ പാട്ട്, മഴയുടെ മണം. ആർക്കാ മഴയുടെ മണം ഇഷ്ടമില്ലാത്തതല്ല? ഇപ്പോൾ ആലോചിക്കുമ്പോഴേ മഴയുടെ മണം ഇങ്ങനെ മനസ്സിൽ വരിക. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമായി പങ്കിടുന്ന ഒരു നിമിഷം മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ അത് മതിയാകും. ഞാനിന്ന് എൻ്റെ ജീവിതത്തിലെ ചെറിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നു. സന്തോഷം കണ്ടെത്താൻ വലിയ കാരണങ്ങൾ ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകുന്നു. ഇന്ന് ഞാൻ ഓരോ നിമിഷവും ആസ്വദിക്കാനും ചെറിയ സന്തോഷങ്ങൾ ശ്രദ്ധിക്കാനും അവയ്ക്കായി നന്ദി പറയാനും തിരഞ്ഞെടുക്കുന്നു. ഇന്നത്തെ പ്രതിജ്ഞ എൻ്റെ ജീവിതത്തെ മനോഹരമാക്കുന്ന ഓരോ ചെറിയ സന്തോഷത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. അഫർമേഷൻ: I'm grateful for small joys that brighten my days and fill my heart with happiness. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അവയാണ് നമ്മുടെ വലിയ വലിയ സന്തോഷങ്ങളായി പിന്നീട് മാറുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തിനെങ്ങനെ സന്തോഷിക്കുന്നതെന്ന്, അല്ലേ? പക്ഷെ സന്തോഷിക്കണം. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്തിനാ സമയങ്ങളാണ്? നമ്മുടെ മുമ്പിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളില്ലേ? നമ്മുടെ മുന്നിലിരിക്കുന്ന ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ചിരി, അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറില്ലേ? ഇനി അതുമല്ലെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് ടയർഡായിട്ട് വീട്ടിൽ വരുമ്പോൾ ചില സമയത്ത് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വീട്ടിൽ അക്വേറിയം ഒക്കെ ഉണ്ടെങ്കിൽ അക്വേറിയത്തിൽ മീനുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ചിലപ്പോൾ തോന്നണമായിരിക്കാം, പക്ഷേ ദാറ്റ് മേക്സ് us ഹാപ്പി, അല്ലേ? വീട്ടിൽ പെട്ടെന്ന് ആരുമില്ല, പെട്ടെന്ന് നമ്മൾ കടന്നു വരുമ്പോൾ ലൈക്ക് എം ടി അല്ല, വേക്കൻറ്റ് സ്പേസ് അല്ല എന്ന് കാണുമ്പോൾ അത്തരം കുട്ടി കുട്ടി സന്തോഷങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം ഇന്നുണ്ടായത്? ഇനി നിങ്ങൾക്ക് ഒട്ടും ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് കേട്ട് നിങ്ങൾ ചിരിച്ചുവോ? എന്തെങ്കിലും ഈ കുട്ടി കുട്ടി കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട്? സോ യു ആർ ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. നിങ്ങൾ ഈ ഒരു സമയത്തെ ആസ്വദിച്ചിട്ടുണ്ട്. സോ ബി ഹാപ്പി ഫോർ ദ മൊമെൻറ്റ്. ബി ഹാപ്പി ആൻഡ് റിയലി ഐ ആം താങ്ക്ഫുൾ ടു സ്പെൻഡ് ടൈം വിത്ത് യു. ഈ ചെറിയ സന്തോഷങ്ങൾ, എനിക്ക് നിങ്ങളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഈ സന്തോഷങ്ങളിൽ ഞാൻ സന്തോഷവതിയാണ്, ഭയങ്കര സന്തോഷമുണ്ട്. സോ ഐ എം റിയലി grateful for you guys. Thank you for listening to me, Jita.